ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു മെഴുക്കുവരട്ടിയാണ്. ചിരക്ക കൊണ്ടുള്ളൊരു സിമ്പിൾ മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ചിരക്കയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിതാ ചെറിയ കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ 2 സവാളയും കൂടി അരിഞ്ഞെടുത്തു. പിന്നെ ഒരു പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെഴുക്കുവരട്ടി വെക്കാനായിട്ട് ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി സവാളയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ സവാളയുടെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറിയാൽ മതി, ഒരുപാടങ്ങ് വയലയൊന്നും വേണ്ട. സവാളയുടെയൊക്കെ കളർ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുരക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ചുരക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അരിയുന്ന സമയത്ത് കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ നമ്മൾ ചെറിയ കനത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് അടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് അടപ്പ് മാറ്റിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്. അപ്പോൾ നമ്മുടെ ചുരക്കയൊക്കെ വെന്തിട്ട് കളർ മാറിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരല്പം തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാനൊരു 2 പിടി തേങ്ങ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ചുരക്ക കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.